ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലായിടത്തും ഓണപ്പരീക്ഷയൊക്കെ തുടങ്ങിയില്ലേ? ഇന്ന് സനുവിന് അറബി ആയിരുന്നു കേട്ടോ പരീക്ഷ എഴുതി വീട്ടിലെത്തിയപ്പോൾ ഞാൻ ചോദിച്ചു പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ പറഞ്ഞു പഠിച്ചതൊന്നും വന്നില്ല പറഞ്ഞു. അപ്പോൾ അതിനൊരു തീരുമാനമായി. ഓന് ദഫുണ്ട് പള്ളിയിൽ കേട്ടോ. അപ്പോൾ ഓൻ രാത്രി നേരം വൈകിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. പരീക്ഷയും ദഫും എല്ലാം കൂടി എന്താവും എന്നറിയില്ല. നബിദിനൊക്കെ ആയില്ലേ, അപ്പോൾ ദഫും പഠിക്കണം, അതുപോലെ തന്നെ പരീക്ഷയും പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലെല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് കിടന്ന് ഞാനും ആ കൂട്ടത്തിൽ ഭക്ഷണം കഴിച്ചതാട്ടോ. ഞാൻ സനുവിനെ കാത്തിരിക്കുന്നു. ഞാൻ മറന്നുപോയി, സനുവിന് കറി കുറച്ചേ ഉള്ള കാര്യം ഞാൻ മറന്നുപോയി. അങ്ങനെ അടുക്കളയിൽ വന്ന് നോക്കുമ്പോണ്ട് ചട്ടിയിൽ കറി കുറവാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, തട്ടിക്കൂട്ടി ഒരു ചട്ടിച്ചോറ് അങ്ങോട്ടേക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. എൻ്റെ പൊന്നെ, എന്തിനാ കറി ഈ ചട്ടിയിൽ ഇങ്ങനെ ഇട്ടിട്ട് കൂട്ടി കുഴച്ച് എല്ലാം കൂടി കൂട്ടി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, കറീൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ കറി എന്തായിരുന്നു വെച്ചാൽ നല്ല ഇളം വെണ്ടക്ക ഇട്ടിരുന്നു. അത് നല്ലോണം തേങ്ങ അരച്ച് കുറുങ്ങനെ വെച്ച കറിയായിരുന്നു. അപ്പോൾ അതും ഒരു 3 മത്തിയും പിന്നെ കുറച്ച് എണർ എന്നാട്ടോ ഞങ്ങളെ നാട്ടിൽ പറയാം, എണറും രാവിലത്തെ ബൂരീൻ്റെ കുറച്ച് ഉള്ളിക്കറിയും നമ്മളെ മീൻ പൊരിച്ച ചട്ടിയിലത്തെ എണ്ണയും ഈ ഒരു പപ്പടവും, ചട്ടി നിറച്ചും പപ്പടം വെച്ചിട്ടുണ്ടേ. ഇതെല്ലാം കൂടി അങ്ങോട്ട് കൂട്ടിക്കുഴച്ച് കുട്ടീൻ്റെ വായിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്തപ്പോണ്ടല്ലോ, എൻ്റെ പൊന്നെ സ്വർഗ്ഗം കേട്ടോ. ഓൻക്കാണ് ഇഷ്ടംപോലെ കറി വേണ്ടതാണ്. ഇപ്പം നോക്കുമ്പോൾ കറീൻ്റെ വെള്ളപ്പൊക്ക അത്രക്കും സാധനങ്ങളായി കിട്ടി. ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് നിൽക്കുന്നു. ഇതൊക്കെ തന്നെയാണ് തട്ടിക്കൂട്ട് ചട്ടിച്ചോറ് എന്ന് പറയുന്നത് കേട്ടോ. പക്ഷെ കടയിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടി എത്രയോ അധികം രസമുണ്ട് കേട്ടോ. ചങ്ങായിക്ക് ടേസ്റ്റും കൊണ്ട് ഓൻ പറഞ്ഞു മതി വീഡിയോ നിർത്തി, എനിക്ക് വാരി തട്ടുകാരണം കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് തരാണ്ട് ഞാൻ കഴിക്കുമോ? ഞാനും കഴിച്ചതാണ്, പക്ഷെ ഇത് കണ്ടിട്ട് എങ്ങനെയാണ് ഞാൻ കഴിക്കാണ്ടിരിക്കുക? എൻ്റെ പൊന്നെ, ഒടുക്കത്തെ ടേസ്റ്റ്. ആ നെയ്യുള്ള മത്തിയോ ആ ഇണറും ഒന്നും പറയാൻ വയ്യ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാലേ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.